എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഏതായാലും ഗോവിന്ദനൊക്കെ ആകെ സങ്കടമാണ്. മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുമുണ്ട് ആദർശ. അതിനുശേഷം ജയനെയാണ് കാണിക്കുന്നത്. ജയൻ പറയുന്നുണ്ട് നന്ദുവിനെ കൊടുക്കാൻ വേണ്ടി ആരോ ഇത് ചെയ്തതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഞാനും അച്ഛനും ഒക്കെ മാറി മാറി വിളിക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നാളെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുള്ളൂ എന്നൊക്കെ പറയുവാണ്. അതിനുശേഷം ദേവയാനോട് ചോദിക്കുന്നുണ്ട്, ഏതായാലും നിനക്ക് സന്തോഷമായി കാണുമല്ലോ, നമ്മുടെ മരുമകളെയും അവളുടെ വീട്ടുകാരെയും ഒക്കെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ നീ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ സമാധാനം ഉണ്ടായിരിക്കില്ലേ എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട്, ജയേട്ടാ ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഇപ്പം ആ പെങ്കൊച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവൾ രക്ഷപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നല്ലോ പോലീസ് യൂണിഫോം അണിയണം എന്നുള്ളത്. അത് അവൾക്ക് സാധിക്കണമെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ദേവയാനി പറയുവാണ്. അന്നത്തേക്ക് അങ്ങോട്ട് ആദർശ് വരും. എന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ട് അന്നേരം ജയൻ, എന്തായി നയനയുടെ വീട്ടിൽ അവരൊക്കെ അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് പറയുവാണ്, എല്ലാ വിവരങ്ങളും നയനയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. ഇനിയിപ്പോൾ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാതിരിക്കുന്നേ കാര്യമില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അവിടെ ആകെ വിഷമത്തിലാണ് എല്ലാവരും. ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ജാമ്യം കിട്ടിയില്ല എങ്കിൽ, നന്ദു ജയിലിലേക്ക് പോകുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിലായിരിക്കും ചിലപ്പം കലാശിക്കുന്നത്. അത് താങ്ങാൻ നയനയുടെ അച്ഛന് ചിലപ്പോൾ സാധിക്കുകയില്ല എന്നൊക്കെ പറയുവാണ് ആദർശ്. എന്നിട്ട് ആദർശ് ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പോൾ സന്തോഷമായി കാണൂലേ, പിന്നെ എന്തിനാ ഈ മുഖത്ത് ഈ സങ്കടം കാണിക്കുന്നത് എന്ന് ചോദിക്കും. ദേവയാനി പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുകയില്ല. നന്ദു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൾ രക്ഷപ്പെടണമെന്ന് തന്നെയാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോവുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇത് ചെയ്തത് അനാമികയും അനാമികയുടെ വീട്ടുകാരും ആണോ എന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. അവരെ ഇതൊക്കെ ചെയ്യുള്ളൂ എന്ന് ആദർശ് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, നമുക്ക് വ്യക്തമായ തെളിവില്ലാതെ വേറെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുകൂടിയാണ് പോകുന്നത്. അവർക്കെല്ലാവർക്കും സംശയം അനാമികയും വേണുവിനും ഒക്കെ തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് രേവതിയും അനാമികയും ഒക്കെ തന്നെയാണ്. അവർക്ക് ഭയങ്കര സന്തോഷം, രണ്ടുപേരൂടെ ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുവാണ്. ഏതായാലും നന്ദു ഇനി പോലീസ് യൂണിഫോം അണിയേല, അവൾ നേരെ ജയിലിലേക്ക് പോവുള്ളൂ, ഒരിക്കലും അവൾക്ക് ജാമ്യം കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നു. അനാമിക പറയുന്നുണ്ട്, എനിക്കിപ്പോഴാണ് സമാധാനമായത്, അവൾക്ക് ഇനി പോലീസ് യൂണിഫോം ഇടാൻ സാധിക്കുമല്ലോ, ഏതായാലും അച്ഛൻ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. വേണു അതുപോലെ അതൊക്കെ തന്നെ കേട്ടോ. വേണു പറയുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ ഇനി അവൾക്ക് ജാമ്യം കിട്ടിയാൽ അവൾ ജയിലിലോട്ട് തന്നെ പോകും, അത് കാണാനായിട്ട് ഞാനും പോകുന്നുണ്ട് എന്ന് പറയുമ്പം അനാമിക പറയും, എനിക്കും അതൊന്ന് കാണുന്നുണ്ടായിരുന്നു അച്ഛാന്ന്. അന്നേരം വേണു പറയും, വേണ്ട, നമ്മളെല്ലാവരും കൂടെ പോയാൽ ചിലപ്പം പ്രശ്നം ഗുരുതരമാകും. പിന്നെ ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം, ഈ ഒരു അവസരം മുതലാക്കി നീ എങ്ങനെയെങ്കിലും അനിയുമായിട്ട് അടുത്തോണം, അവനുമായിട്ടൊരു ദാമ്പത്യ ജീവിതം നിനക്ക് വേണ്ട എന്ന് നീ പറഞ്ഞു. അപ്പം അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ നമുക്ക് വേറെ കുറേ ലക്ഷ്യങ്ങളുണ്ട്, അത് നേടിയെടുക്കണം, അതിനു വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, കേട്ടല്ലോ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിനക്ക് തരാൻ പറ്റുമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവിടുത്തെ കാര്യങ്ങൾ നടപ്പിലാക്കാനും അച്ഛന് സാധിക്കും. അച്ഛൻ പറയുന്ന പോലെ നീ ഒന്ന് ചെയ്താൽ മതി എന്ന് പറയുവാണ്. അങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് വേണു പോവാണ്, കോടതിയിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു. ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നു രേവതിയും അനാമികയും ഒക്കെ. പിന്നീട് അനിയെ കാണിക്കുന്നുണ്ട്. അനിക്കും ആകെ വിഷമമാണ്. അനി ഓർക്കുവാണ്, സ്റ്റേഷനിൽ ചെന്നപ്പോൾ നന്ദു പറഞ്ഞായിരുന്നു, എനിക്ക് ജയിലിലേക്ക് പോകുന്നതിന് മടിയൊന്നുമില്ല, പക്ഷേ അത് തെറ്റ് ചെയ്യാതെ ആയതുകൊണ്ടാണ് മനസ്സിനൊരു നീറ്റൽ എന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് ജാനകി വരും. എന്നിട്ട് ചോദിക്കും, എന്തിനാടാ നീ ഇത്ര വിഷമിക്കുന്നത്, അവൾ ജയിലിലേക്ക് പോകുന്ന കാര്യം ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവളെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തൊരു പണിയാണിത്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിഷമമുണ്ട് എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട്, നീ അവളെ ഓർത്തല്ല വിഷമിക്കേണ്ടത്, നിൻ്റെ ഭാര്യ അനാമികയാണ്, അവളുടെ വീട്ടുകാരെ കുറിച്ചും അവളെ പറ്റിയൊക്കെയാണ് നീ ചിന്തിക്കേണ്ടത്, അവൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ അവളും അവളുടെ വീട്ടുകാരും ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്നൊക്കെ പറയുമ്പം ജാനകി പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാതെ അവരെ സംശയിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല, ഏതായാലും നീ പറയുന്ന ഈ നന്ദു ഉണ്ടല്ലോ, അവൾ ജയിലിലേക്ക് തന്നെ പോകും, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട്, അമ്മ കൂടി ഇങ്ങനെ സംസാരിക്കരുത്, അനാമികയും അവളുടെ വീട്ടുകാരും ശരിയല്ല, അവരങ്ങനെ ചിന്തിച്ചോട്ടെ, അവരും അപ്പച്ചിയും അഭിയും ഒക്കെ ആ ഒരു രീതിയിലേക്കാണ് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്, പക്ഷേ അമ്മയും കൂടെ ആ രീതിയിലാവരുത്, പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ കൂടെ കൂടി അമ്മയ്ക്കും ആ സ്വഭാവമായി എന്നൊക്കെ പറയുമ്പോഴേക്കും വീണ്ടും ജാനകി പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, ചുമ്മാതല്ല അനാമിക മോളെ നിന്നോട് എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്, നിൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൾ തന്നെയാണല്ലേ, എന്തായാലും ഇതിൻ്റെയൊക്കെ ഫലമായാണ് അവൾ ഇനി ജയിലിലേക്ക് പോകാൻ പോകുന്നത്, ഒരിക്കലും അവൾ ഈ പോലീസ് യൂണിഫോമും അണിയാൻ പോകുന്നില്ല, അതിനുവേണ്ടി ഞാൻ നന്നായി
നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നോട് പറഞ്ഞല്ലോ, അത് തന്നെ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ പറയരുത് കേട്ടോ, ഒരു തെറ്റും ചെയ്യാത്ത നന്ദുവിന് വേണ്ടി അമ്മ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും എന്ന് പറയുമ്പോൾ, ആണെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിൻ്റെ പേരിൽ അവളെ ആശ്വസിപ്പിക്കാനോ അവളുടെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനോ നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. നിൻ്റെ മനസ്സിൽ അനാമിക മോളും അവളുടെ വീട്ടുകാരും മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോകുമ്പം ദേഷ്യം വരുന്നുണ്ട് അനിക്ക്. പിന്നെ കാണിക്കുന്നത് നന്ദാവനമാണ്. അവിടെയും എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. എണ്ണിപ്പെറുക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കനകേനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നവ്യയും നയനയും കൂടി. അന്നേരം കനക പറയുവാണ്, മോളുടെ അമ്മായിമ്മ ഇവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോയി. അവരുടെ സ്വഭാവത്തിന് മാറ്റമൊന്നും ഇല്ലെങ്കിലും ആദർശ് മോൻ്റെ കൂടെ ജോലിക്ക് പോകാനും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ മോൾക്ക് സാധിച്ചു. അതിൻ്റെ കൂടെയാണ് SA സെലക്ഷൻ നന്ദുവിന് കിട്ടിയത്. എല്ലാം കൊണ്ടും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അതെല്ലാം ആണല്ലോ മോളെ ഇപ്പം നശിച്ചു പോകുന്നത്, ഇല്ലാണ്ടായി പോകുന്നത് എന്നൊക്കെ ഓർത്ത് ആകെ വിഷമാണ് കനകയ്ക്ക്. അന്നേരം അവരെ ആശ്വസിപ്പിക്കുന്നതിനിടയ്ക്ക് നവ്യ പറയുന്നുണ്ട്, കുറേയൊക്കെ തെറ്റ് നിൻ്റെ കയ്യിലുണ്ട്, നീ കുറച്ചുകൂടെ സ്ട്രോങ് ആകണം. ആ വീട്ടിൽ നിൻ്റെ തലയിൽ കയറാൻ വേണ്ടി എൻ്റെ അമ്മായിമ്മയും അതുപോലെ അനാമികയൊക്കെ വരുമ്പം അവരോട് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല, തക്കതായ മറുപടി നീ കൊടുത്തേക്കണം എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചേച്ചി ഇപ്പം ചെയ്യുന്നത്. പിന്നെ നന്ദുവിന് നാളെ ജാമ്യം കിട്ടിയില്ല, അവൾക്ക് ജയിലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുമെന്ന് നയന പറയുമ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? നാളെ നന്ദുമോന് ജാമ്യം കിട്ടിയില്ലേ, മോളുടെ സംസാരം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാകുവാണ് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അതോർത്ത് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, അത്രയും പ്രഗത്ഭനായ ഒരു വക്കീലിനെയാണ് അവളുടെ കേസ് ഏൽപ്പിച്ചേക്കുന്നത്, അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് നയന പറയുന്നുണ്ട്. പിന്നീട് നന്ദുവിനെ കാണിക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് നന്ദുവിനെ സെല്ലിലേക്ക് മാറ്റുന്നു. അവിടെ വിഷമിച്ചിരിക്കുന്ന നന്ദുവിനെ കാണിക്കുന്നു. പിന്നീട് നേരം വെളുത്ത് പൂജാമുറിയിൽ പ്രാർത്ഥിക്കുന്ന ദേവയാനിയും കാണിക്കുന്നുണ്ട്. ദേവയാനി നന്ദുവിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഒരു തെറ്റും ചെയ്യാത്ത ആ പെൺകുട്ടി രക്ഷപ്പെടണം, അതുപോലെ അവൾക്ക് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായ പോലീസ് യൂണിഫോം അണിയാൻ പറ്റണം എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം വക്കീലിനെ വിളിക്കും. എന്താ വക്കീൽ, എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ അവൾക്ക് ജാമ്യം കിട്ടുമോ എന്ന് ചോദിക്കുമ്പം ദേവയാനി, ഒരു കാര്യം പ്രതീക്ഷിച്ച് എന്നെ ഏൽപ്പിച്ചതല്ലേ, അത് ഞാൻ തെറ്റിക്കത്തില്ല. നന്ദുവിന് ജാമ്യം മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ആ അടിയിട്ടവനും ആ പെണ്ണും ഇന്ന് കോടതിയിൽ വരുമല്ലോ, അവിടെ വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല, എങ്കിലും ജാമ്യം മേടിച്ചു തരാൻ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുമെന്ന് പറയുവാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ജാമ്യം നേടിക്കൊടുത്താൽ മാത്രം പോരാ, അവളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയും കൂടെ വേണം, എങ്കിലേ അവൾക്ക് ട്രെയിനിങ്ങിന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം അത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ജാമ്യത്തിന് വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, അതിനുശേഷം നമുക്ക് കേസ് ഒഴിവാക്കുന്നതിനെ പറ്റി ആലോചിക്കാമെന്ന് അങ്ങേര് പറയുന്നുണ്ട് കേട്ടോ. പിന്നെയും കാണിക്കുന്നത് നമ്മുടെ നന്ദാവനം തന്നെയാണ്. അവിടെ ആകെ വിഷമത്തിലിരിക്കുവാണ് അവർ. അന്നേരം കോടതിയിലേക്ക് പോരാൻ വേണ്ടി തുടങ്ങുവാണ് നവ്യ നയനയും കൂടെ. അന്നേരവും ഈ സങ്കടമൊക്കെ തന്നെയാണ് കനക പറയുന്നത്, നിങ്ങൾ രണ്ടുപേരുടെ നിങ്ങളുടെ അനിയത്തി ഒന്ന് ഉപദേശിച്ചേക്കണം, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇനി ഇടപെടരുതെന്ന് പറയണം, അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, അതിനവൾ തെറ്റൊന്നും ചെയ്തില്ലായിരുന്നല്ലോ അമ്മ, തെറ്റിനെതിരെയല്ലേ അവൾ പ്രതികരിച്ചത് എന്ന് ചോദിക്കുമ്പം അങ്ങനെ എല്ലാ തെറ്റിനെതിരെയും പ്രതികരിക്കരുത്, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പ്രതികരിക്കുന്നവരാണ് തെറ്റുകാരാകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അവരെ ആശ്വസിപ്പിച്ചിട്ട് നയനയും നവ്യയും കൂടെ കോടതിയിലേക്ക് പോരുവാണ്. അന്നേരം സങ്കടപ്പെട്ടിരിക്കുന്ന കനകയോട് ഗോവിന്ദൻ പറയുന്നുണ്ട്, മോള് പോലീസ് യൂണിഫോം അണിഞ്ഞാലും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ നിനക്ക് നേരത്തെ മുന്നറിയിപ്പ് തന്നതല്ലേ എന്ന് ഗോവിന്ദൻ കനകയോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾ ഈ പോലീസ് യൂണിഫോം അണിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കേസൊന്നും ഇല്ലാതെ ജയിലിൽ പോകാതെ തിരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയം വേണു കോടതിയിലോട്ട് എത്തിയിട്ടുണ്ട്. കാണണമല്ലോ നന്ദു ജയിലിലേക്ക് പോകുന്നത്, അതിനു വേണ്ടി. എന്നിട്ട് അവിടെയുള്ളൊരു വക്കീലിനോട് പറയുന്നുണ്ട്, ആകെ നാണക്കേടായി, മോളെ കെട്ടിച്ചു വിട്ട വീടൊക്കെയാണ്, വല്ല ആണുങ്ങളുമാണ് വഴി കിടന്ന് അടിയുണ്ടാക്കുന്നത് എങ്കിൽ കുഴപ്പമില്ലെന്നേലും വെക്കാം, എന്തെങ്കിലും സമാധാനമുണ്ട്, ഇത് ഒന്നാം തരം പെങ്കൊച്ചല്ലേ ഈ മാതിരി കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നവ്യയും നയനയും വരുന്നത്. അവരെ കാണുന്നതേ പറയും വക്കീലിനോട്, ദേ വരുന്നതാണ് പ്രതിയുടെ ചേച്ചിമാരെന്ന്. ദൈവം വക്കീൽ അങ്ങോട്ട് പോകും. അന്നേരം നവ്യ നയനയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ, അതേ ആ കൊച്ചിന്ന് രക്ഷപ്പെടുന്നു ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ, ഓ രക്ഷപ്പെടാൻ വേണ്ടിയാണോ, അല്ലാതെ അവൾ ജയിലിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടി വന്നതല്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുകയില്ല, പിന്നെ എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ പറയണം കേട്ടോ, ഞാൻ സാധിച്ചു തരാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ന് പറയുമ്പം നയന പറയുവാണ്, എങ്കിലും ഒന്ന് വാദിച്ച് എൻ്റെ നന്ദുവിനെ ഈ കേസിൽ നിന്നൊന്ന് ഒഴിവാക്കി താ എന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, അങ്ങനെ വാദിച്ച് രക്ഷപ്പെടുത്താൻ ഞാൻ വക്കീലൊന്നും അല്ലല്ലോ മോളെ എന്നിങ്ങനെ പറയുമ്പം നയന പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ നന്ദുവിന് ജയിലിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നെ കളിച്ച എല്ലാവരെയും
നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കും, നക്ഷത്രം എണ്ണിച്ചിരിക്കും എന്ന് നയന പറയുമ്പം ഇതെന്താ മോളെ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്, ആ അഹങ്കാരി പെണ്ണ് ജയിലിൽ പോകാൻ കാരണം ഞാനാണെന്ന് തോന്നുമല്ലോ മോളുടെ വർത്തമാനം കേട്ടാൽ എന്നിങ്ങനെ പറയുമ്പോഴേക്കും പോലീസ് ജീപ്പ് വരികയും അതിൽ നിന്ന് വിഷമിച്ചിറങ്ങുന്ന നന്ദുവിനെയും കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.